മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഇന്നേ ദിവസം യോഹന്നാൻ അറിയിച്ചുകൊണ്ട് കർത്താവിശ്വം മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം, സെയിന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 2 verse 5. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതൊരു മിഷൻ ദേശമാണ്. ക്രിസ്മസ് രാത്രിയില് സാധാരണ ക്രിസ്മസ് വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് കേക്ക് മുറിച്ച് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു പതിവ് ആ പള്ളിയിൽ ഉണ്ടായിരുന്നു. അതനുസരിച്ച് അച്ഛൻ കേക്ക് എടുത്തു വെച്ചു, അത് ആശീർവദിച്ചു പ്രാർത്ഥിച്ചു. അതിനുശേഷം മുറിച്ചു കഴിഞ്ഞപ്പോഴാണ് കൈക്കാരന്മാർ വന്ന് പറയുന്നു, അച്ഛാ, കേക്ക് തരാമെന്ന് നേറ്റിരുന്ന ബേക്കറിക്കാരൻ എന്തോ അപകടം പറ്റി, കേക്ക് തരുവാൻ സാധിക്കുകയില്ല. ഈ രാത്രിയിൽ നമ്മൾ എവിടെ പോയാലും കേക്ക് കിട്ടുകയില്ല. പ്രശ്നം കലുഷിതമാണ്. നീ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യുമെന്ന് അസ്വസ്ഥതയോടെ ചിന്തിച്ചുകൊണ്ടിരുന്ന അച്ഛൻ്റെ അടുത്ത് 1-2 സ്ത്രീകൾ കടന്നു വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, അച്ഛൻ വിഷമിക്കരുത്, അച്ഛൻ 1-2 പാട്ട് ഇവരെ കൊണ്ട് പാടിപ്പിക്കുക. ഈ സമയത്ത് ഞങ്ങൾ പ്രശ്നങ്ങൾ പരിഹരിക്കാം. എങ്ങനെ എന്നവർ പറഞ്ഞില്ല. അവര് നിമിഷങ്ങൾ കൊണ്ട് ഉണ്ടായിരുന്ന കേക്കുമായിട്ട് സങ്കീർത്തിയിലേക്ക് പോവുകയും അത് ചെറുതായിട്ട് മുറിച്ച് ഓരോ കഷ്ണങ്ങളാക്കി എല്ലാവർക്കും നൽകുവാനായിട്ട് ഇടയാവുകയും ചെയ്തു. അച്ഛൻ അത്ഭുതത്തോടെ ചോദിച്ചു, ഇതെങ്ങനെ നിങ്ങൾക്ക് സാധിച്ചു? അപ്പോൾ അവർ പറഞ്ഞ വാക്കുകൾ ഇതാണ്, അച്ഛാ, ഒരു കുടുംബത്തിലെ എല്ലാ കാര്യം ആവശ്യമുള്ളതെല്ലാം ഭർത്താവ് കൊണ്ട് തരുമെങ്കിലും അവിടുത്തെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് ഞങ്ങളാണ്. ഇല്ലാത്ത നിമിഷങ്ങളിലും എങ്ങനെയെങ്കിലും കടന്നു വരുന്ന അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കുക, അങ്ങനെ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിതൊന്നും ഒരു പ്രശ്നമല്ല. അച്ഛനപ്പോൾ ചിന്തിക്കുകയായിരുന്നു, ഈശോയുടെ ആദ്യത്തെ അത്ഭുതമായിട്ട് നാം യോഹന്നാനിൽ കാണുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ചത്. അമ്മ കാനായിലെ വിവാഹാവസരത്തിൽ ഇടപെടുന്നു, അവിടുത്തെ പ്രശ്നം പരിഹൃതമാക്കുകയാണ്. ഈ വലിയ അത്ഭുതത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, ഓരോ അമ്മമാരും എത്ര ശ്രേഷ്ഠമായ ദൗത്യമാണ് അവരുടെ കുടുംബങ്ങൾ നിർവഹിക്കുന്നത്. അത് വേണ്ടുവോളം ആദരിക്കപ്പെടുന്നുണ്ടോ? അവരെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ടോ? അവരുടെ ത്യാഗബുദ്ധിയോടെയുള്ള പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാനും അതിനെ ഒന്ന് അംഗീകരിച്ചു കൊടുക്കാനും ഒക്കെ നമുക്ക് കഴിയുന്നുണ്ടോ? ഇത് നമ്മളിന്ന് വിലയിരുത്തണം. അവരുടെ ശുശ്രൂഷ അത്രയ്ക്കും ശ്രേഷ്ഠമാണ് എന്ന് തിരിച്ചറിയുവാൻ പ്രിയമുള്ളവരെ നമുക്കാവണം. അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.